ഹായ് ഓൾ, വെൽക്കം ടു ടെക്ഗുരു FT യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹരിപ്രസാദ്, ഞാനാണ് നിങ്ങളുടെ ഓൺലൈൻ ട്യൂട്ടർ. ഇവിടെ നമ്മൾ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, സെർവർ ബേസ്ഡ് സർവീസസ്, അഷൂർ, AWS, M365 തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ടോപ്പിക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനും അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ബേസിക്സ് ആണ്. അപ്പോൾ ഇവിടെ നെറ്റ്വർക്കിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന IP അഡ്രസ്സ് ആണെങ്കിലും പിന്നെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെറ്റ്വർക്കിംഗ് ആണെങ്കിലും ജസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടോപ്പിക് അല്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം വരും ക്ലാസ്സുകളിലൊക്കെ അത് ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ അതായിരിക്കും നല്ലത്, നിങ്ങൾക്ക് മനസ്സിലാക്കാനും കുറച്ചുകൂടെ അതായിരിക്കും ബെറ്റർ. നെറ്റ്വർക്കിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, പിന്നെ അതുപോലെ എന്തൊക്കെ നെറ്റ്വർക്കിംഗ് ബേസിക് ടെർമിനോളജീസ് എന്തൊക്കെയാണ്, അതുപോലെ നെറ്റ്വർക്കിംഗ് ആർക്കിടെക്ചർ, ഏതൊക്കെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിംഗ് അവൈലബിൾ ആണ്, വർക്ക് ഗ്രൂപ്പ് എന്താണ്, ഡൊമൈൻ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. സോ നെറ്റ്വർക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ IPയുടെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇപ്പം ഫിസിക്കൽ മീൻസോ അല്ലെങ്കിൽ വയർലെസ് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ രണ്ട് ഡിവൈസിനെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? നെറ്റ്വർക്ക്. ആ ഒരു സെറ്റപ്പിനെ പറയുന്ന പേരാണ് നെറ്റ്വർക്ക്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് നെറ്റ്വർക്കിംഗ്. സോ ഇത് ARPANET എന്ന് പറയുന്ന ടീമാണ് ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് അവർ കൊണ്ടുവന്ന സമയത്ത് നെറ്റ്വർക്കിംഗ് അത്ര കോംപ്ലക്സ് ഒന്നും അല്ലായിരുന്നു, വളരെ സിമ്പിളായിട്ടുള്ള നെറ്റ്വർക്കൊക്കെയാണ് അവരന്ന് ബിൽഡ് ചെയ്തത്. ഇന്ന് നമുക്കത് വളരെയധികം ഡെവലപ്പായി. അപ്പം അതിന് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ നോക്കിയയുടെയൊക്കെ 33 ഒക്കെ ഫോൺ ഉപയോഗിച്ചിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ നമുക്കത് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇത്രയും ഇങ്ങനെയുള്ള ഡിവൈസസ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു രീതിയായിരുന്നു നമുക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നത്. കാരണം അന്ന് ഫോൺ അതേ ഉള്ളൂ. പിന്നെ ലാൻഡ് ഫോൺ ആണെങ്കിൽ പോലും അടുത്ത് വളരെ ദൂരമുള്ള വീടുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇൻ്റർനെറ്റൊക്കെ നമ്മൾ ഡയലപ്പ് കണക്ഷനാണ് ഉപയോഗിച്ചിരുന്നത്. ഈ BSNL ഫോണിൻ്റെ കൂടെ കോൾ അല്ലാതെ നെറ്റ് നമുക്ക് ഡയൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഡയലപ്പ് ഇൻ്റർനെറ്റൊക്കെയാണ്. അതൊക്കെ തിരിഞ്ഞ് കറങ്ങി വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. ഇന്നത്തെ ഒരു സ്പീഡൊന്നും അതിന് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് അങ്ങനെ മാറാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിങ്ങിനകത്തുള്ള മാറ്റമാണ്. ഒരുപാട് വലിയ റേഞ്ച് ഓഫ് ചേഞ്ചസ് നെറ്റ്വർക്കിങ്ങിനകത്തും വന്നു. നെറ്റ്വർക്കിംഗ് ഡിവൈസസ് വളരെ അപ്ഗ്രേഡ് ആയി, കമ്മ്യൂണിക്കേഷൻ കേബിൾസും അതിൻ്റെ മെത്തേഡും വളരെ അപ്ഗ്രേഡഡ് ആയി. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നെറ്റ്വർക്കിങ്ങിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നത്തെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ട്, എന്താണ് വയർലെസ് നെറ്റ്വർക്ക്, വയേർഡ് നെറ്റ്വർക്ക് എന്താണ്, ഇവിടേക്ക് വരുന്ന ഡിവൈസസ് എന്താണ്, ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിന്ന് വളരെ ബേസിക് ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്? ഈസി കമ്മ്യൂണിക്കേഷൻ. പണ്ടൊക്കെ നമ്മളൊരു കത്ത് അയച്ചു കഴിഞ്ഞാൽ ആഴ്ചകളോളം എടുത്തിട്ടാണ് നമ്മളത് കിട്ടുന്നത്, വേറെ നമ്മൾ അയക്കുന്ന ആൾക്ക് കിട്ടുള്ളൂ. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ എടുക്കുന്നു, വിളിക്കുന്നു, അപ്പോൾ തന്നെ ആ ഇൻഫർമേഷൻ അവിടെ എത്തി. അല്ലെങ്കിൽ ഒരു വാട്സപ്പ് എടുക്കുന്നു, മെസ്സേജ് അയക്കുന്നു, അതവിടെ എത്തി. ദെൻ ഫയൽ ഷെയറിങ്, ഡാറ്റ ഷെയറിങ്, ഇൻഫർമേഷൻ ഷെയറിങ്, ഇതൊക്കെ നെറ്റ്വർക്കിംഗ് വഴി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാനതാ പറയാം, ഇന്നത്തെ ഡെവലപ്മെൻറ്റിൽ ഒരു മേജർ റോള് നെറ്റ്വർക്കിങ്ങിനുണ്ട്. പിന്നെ റിസോഴ്സ് ഷെയറിങ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണാറുണ്ട്. യൂട്യൂബിൽ വീഡിയോ കാണുന്നത് അവരുടെ സെർവറിൽ ആരോ എന്നോ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റ നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് കാണുക. അപ്പോൾ ഹാർഡ്വെയർ ഷെയറിംഗ് ആണ് അവിടെ നടക്കുന്നത്. പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഇന്ന് ഗൂഗിൾ ഡ്രൈവിലൊക്കെ ഡാറ്റ ഷെയർ ചെയ്യാത്ത സ്റ്റോർ ചെയ്ത് വെക്കാത്ത ഒരാളുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഫയൽ നമ്മൾ എല്ലാവരും ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ റെഡ്യൂസ്ഡ് കോസ്റ്റ്, സേവ് ടൈം, അങ്ങനെയുള്ള ഒരുപാട് ബെനഫിറ്റുകൾ നമുക്ക് നെറ്റ്വർക്ക് വഴി കിട്ടിയിട്ടുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ മെയിൻലി നമ്മൾ 3 ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണ് പറയുക. LAN, MAN, WAN. LAN എന്ന് പറയുമ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, MAN എന്ന് പറയുമ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, WAN എന്ന് പറയുമ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളാണുള്ളത്. 3 ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളാണുള്ളത്. LAN എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിനകത്തോ ഒരു റൂമിനകത്തോ അല്ലെങ്കിൽ ചെറിയൊരു ഹോള് അല്ലെങ്കിൽ ഒരു ഫ്ലോർ മാത്രം, അങ്ങനെ ഏറ്റവും
ചെറിയൊരു സ്പേസിനകത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയക്കകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് ലാൻ നെറ്റ്വർക്ക് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ആ ഈ ലോക്കൽ എന്ന് പറയുന്ന വേർഡ് മോസ്റ്റ്ലി നമ്മൾ അതിനു വേണ്ടിയാണ് ഉപയോഗിക്കാറ്. നമ്മളെ തൊട്ടടുത്ത് ഏറ്റവും ചെറിയ ഏരിയയിൽ നമ്മളടുത്ത് ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ എന്ന വേർഡ് നമ്മൾ. അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അത് തന്നെ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും ചെറിയൊരു സ്പേസിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക്. മേ ബി ഞാൻ പറഞ്ഞു ഒരു കമ്പനി ഇപ്പോൾ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ നെറ്റ്വർക്ക് മോസ്റ്റ് പ്രോബബ്ലി ഒരു സിംഗിൾ നെറ്റ്വർക്ക് ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ലാൻ എന്ന് വിളിക്കാം. ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു എൻറ്റയർ സിറ്റി മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു കോട്ടയം, ഇപ്പോൾ നമ്മളെ കോട്ടയോ അല്ലെങ്കിൽ കോഴിക്കോടോ മറ്റേതെങ്കിലും ഒരു സിറ്റി മൊത്തത്തിൽ നമ്മളൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെ മാൻ എന്ന് പറയും, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇതിന് തന്നെ വേറൊരു പേരുമുണ്ട്, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മുഴുവനായിട്ട് നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്യാൻ എന്ന് പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ലാർജ് ഏരിയക്കകത്ത് സ്പ്രെഡായി കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇന്റർനെറ്റ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. വലിയൊരു ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഏരിയയ്ക്കുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്കുള്ള നെറ്റ്വർക്ക്, അതൊരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് നെറ്റ്വർക്കിങ്ങിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് നെറ്റ്വർക്കിംഗ് ടോപ്പോളജീസ്. ഇവിടെ നമുക്ക് സ്റ്റാർ ടോപ്പോളജി ഉണ്ട്, ഇവിടെ നമുക്ക് സ്റ്റാർ ടോപ്പോളജി ഉണ്ട്. സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഇത് ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ ആവാം. ബാക്കി എല്ലാ മിഷൻസും അവിടേക്ക് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതെന്തായി, സ്റ്റാർ ടോപ്പോളജി ആയി. പിന്നെ നമുക്ക് വരുന്ന ഒരു സാധനമാണ് റിംഗ് ടോപ്പോളജി. ഒരു റൗണ്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ ഒരു മിഷൻ വേറെ മിഷനിലേക്ക് കണക്ട് ചെയ്യുന്നു, ആ മിഷൻ അടുത്ത മിഷനിലേക്ക്, അവിടുന്ന് തൊട്ടടുത്ത മിഷനിലേക്ക്, പിന്നെ അവിടുന്ന് വീണ്ടും പഴയ മിഷനിലേക്ക്, അങ്ങനെ ഒരു റിങ്ങിൻ്റെ കേസിൽ ഫോമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. മെഷ് എന്ന് പറയുമ്പോൾ രണ്ട് മിഷൻസ് തമ്മിൽ ഒരുപാട് മിഷൻസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതിനാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഇതിലേതെങ്കിലും ഒക്കെ ടോപ്പോളജീസ് മിക്സ് ചെയ്ത് കണക്ട് ചെയ്യുന്നതാണ് ഹൈബ്രിഡ് ടോപ്പോളജി. ഇവിടെ നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആണ്, ബസ് ടോപ്പോളജിയും ട്രീ ടോപ്പോളജിയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് കുറേ താണ്ടില്ല സ്റ്റാർ ടോപ്പോളജി ഡിവൈസസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേ ബി അതൊരു നെറ്റ്വർക്കിംഗ് ഡിവൈസും മറ്റു മിഷൻസും തമ്മിലുള്ള കണക്ഷൻ ആവാം, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഡിവൈസും തമ്മിലുള്ള കണക്ഷൻസും ആവാം. എന്നിട്ട് ഇതിനൊക്കെ കൂടെ ഒരു ബാക്ക് ബോൺ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ അത് ബസ് ടോപ്പോളജി എന്ന് പറയും. ട്രീ എന്ന് പറയുമ്പോഴും ഏതാണ്ട് അതേ ഒരു മെത്തേഡ് തന്നെയാണ്. നെറ്റ്വർക്കിംഗ് ഡിവൈസസും മറ്റ് സിസ്റ്റംസും ഒക്കെ ഇതിൽ കണക്റ്റഡ് ആയിരിക്കും ഒരു ബാക്ക് ബോൺ നെറ്റ്വർക്കിനകത്തേക്ക്. ഇവിടെ OSI മോഡൽ എന്ന് പറയുമ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ നെറ്റ്വർക്കിങ്ങിനകത്ത് ഒരു ഡാറ്റ അല്ലെങ്കിൽ എങ്ങനെ ട്രാൻസ്മിറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഒരു ഫയൽ എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ നടക്കുന്നു, ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ മോഡലാണ് OSI മോഡൽ എന്ന് പറയുന്നത്. ഈ OSI മോഡലിന് 7 ലെയറാണുള്ളത്. ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ, സെക്കൻഡ് വൺ പ്രസൻറ്റേഷൻ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. ഇതിൽ ആപ്ലിക്കേഷൻ ലെയറിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ഡിവൈസസും ആപ്ലിക്കേഷൻ ലെയറിനകത്താണ് ഉണ്ടാവുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ അവിടെ ബ്രൗസർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ യൂഷ്വലി മെയിൽ അയക്കുക. അപ്പോൾ മെയിൽ അയക്കുമ്പോൾ ആ ബ്രൗസറും മെയിലിൻ്റെ ജിമെയിലോ അല്ലെങ്കിൽ ഹോട്ട്മെയിലോ അല്ലെങ്കിൽ റെഡിഫോ അങ്ങനെ ഏതെങ്കിലും ഒരു മെയിൽ പ്രൊവൈഡറൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ ലെയറിലായിരിക്കും. അവിടുന്ന് ആ ഡാറ്റേനെ നമുക്ക് ഈ ഒരു യൂസബിൾ ഫോർമാറ്റിലേക്ക് സേവ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുന്നതിനാണ് പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറയുന്നത്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കീ കുറച്ച് വേർഡ് അല്ല ഒരു പാസ്കോഡ് പോലുള്ളൊരു കോഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ഈ യൂസബിൾ ഡാറ്റേനെ ഒരു എൻവലപ്പിനകത്താക്കിയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. പിന്നെ അത് തുറക്കണമെങ്കിൽ ഈ സെയിം കീ അല്ലെങ്കിൽ കോഡ് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ലോക്ക് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് അയച്ചു കൊടുക്കുന്നത്, അവിടുന്ന് അത് അൺലോക്ക് ആവും, നമുക്ക് ഒറിജിനൽ ഡാറ്റ തിരിച്ചു കിട്ടും. ഈ ഒരു പ്രോസസ്സാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഇനിയും സംസാരിക്കും. ഓക്കെ, ദെൻ സെഷൻ ലെയർ എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെയുണ്ട്. സെഷൻസ്, കണക്ഷൻസ് ഉണ്ടാക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക, ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കുക.
ഇതാണ് അതിൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ അവിടേക്കായിരിക്കും പോർട്ടിൻ്റെ കൺട്രോൾസ് എല്ലാം നടക്കുന്നുണ്ടാവുക. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നിടത്താണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്ന അവിടെ TCP UDP വരും, ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോക്കോളും യൂസർ ഡാറ്റഗ്രാം പ്രോട്ടോക്കോളും. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളും ഇതിനകത്താണ് വരുന്നത്. TCP UDP എന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോൾ ആയിട്ടല്ല കൺസിഡർ ചെയ്യേണ്ടത്, പ്രോട്ടോകോൾ സ്യൂട്ടായിട്ട് കണ്ടാൽ മതി. കാരണം ഇതിനകത്ത് ഒരുപാട് പ്രോട്ടോകോളുകൾ ഡിഫൈൻഡ് ആണ്. HTTP 480 എന്ന് ഡിഫൈൻഡ് ആണ് TCPക്കകത്ത്, UDPക്കകത്ത് 53 DNSന് വേണ്ടിയിട്ടുള്ളതാണ് ഡിഫൈൻഡ് ആണ്. അപ്പം അങ്ങനെ ഒരുപാട് പോർട്ടുകൾ ഈ 2 പ്രോട്ടോകോൾ സ്യൂട്ടിനകത്ത് ഡിഫൈൻഡ് ആണ്. ഇതിലേതെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവുക. പിന്നെ നെറ്റ്വർക്ക് ലെയർ, അവിടെ ഏത് ഫിസിക്കൽ പാത്ത് ഉപയോഗിച്ചിട്ട് വേണം ഈ ഡാറ്റ പോകാൻ എന്ന് തീരുമാനിക്കുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ്. കാരണം അവിടെ നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഒക്കെ അവിടെയാണ് കിടക്കുന്നത്. നെക്സ്റ്റ് ഡാറ്റ ലിങ്ക് ലെയർ, അവിടെയാണ് എന്ത് ഫോമാറ്റിലാണ് ഈ ഡാറ്റ പുറത്തേക്ക് പോകേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് ഡാറ്റ ലിങ്ക് ലെയറിലാണ്. ഫിസിക്കൽ ലെയറിൽ ഡാറ്റ എന്ത് ചെയ്യും, ഈ ഫോർമാറ്റഡ് ഡാറ്റേനെ ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ആയിട്ട് സ്ട്രീം ചെയ്തിട്ട് തൊട്ടടുത്ത് എവിടേക്കാണോ കിട്ടേണ്ടത് അവിടുത്തെ ഫിസിക്കൽ ലെയറിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ഈ ഒരു പ്രോസസ്സാണ് ഇത്. ഇപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ആപ്ലിക്കേഷൻ ലെയർ മുതൽ ഫിസിക്കൽ ലെയർ വരെ വർക്ക് ചെയ്യും. ഡാറ്റ റിസീവ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഫിസിക്കൽ ലെയർ മുതൽ ആപ്ലിക്കേഷൻ ലെയർ വരെ വർക്ക് ചെയ്യും. ഇത്രയും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വരുന്ന ഒരു മോഡലാണ് TCP/IP മോഡൽ. അപ്പോൾ ഇവിടെ OSI മോഡൽ വർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് TCP മോഡലും വർക്ക് ചെയ്യുന്നത്. കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം ഇത് നെറ്റ്വർക്കിംഗ് ഡാറ്റ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിങ്ങിൻ്റെ രീതിയിൽ ഇതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് TCP മോഡൽ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ OSI മോഡലിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ആപ്ലിക്കേഷൻ ഉണ്ട്, പ്രസൻറ്റേഷൻ ഉണ്ട്, സെഷൻ ലെയർ ഉണ്ട്. ഇതിനെ മൂന്നിൻ്റെയും ഫംഗ്ഷൻ ചെയ്യുന്ന ഒരാൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ TCPക്കകത്ത് വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ ട്രാൻസ്പോർട്ട് ഓപ്ഷൻ തന്നെയാണ് TCPക്കകത്തും വർക്ക് ചെയ്യുന്നത്. നെറ്റ്വർക്കിംഗ് ലെയർ എന്ന് പറയുന്നത് ഇവിടെ ഇൻ്റർനെറ്റ് ലെയർ ആണ്. ഡാറ്റ ലിങ്കും ഫിസിക്കൽ ലെയറും ചെയ്യുന്ന പണി ഇവിടെ നെറ്റ്വർക്ക് ആക്സസ് എന്ന് പറയുന്ന ലെയറിലാണ് നടക്കുന്നത്. സോ നമ്മൾ മെയിൽ അയക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ തുറന്ന് മെയിൽ അടിച്ച് നമ്മളതിനെ സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ അത് പ്രസൻറ്റേഷൻ ലെയറിലെത്തി പ്രസൻറ്റബിൾ ഫോർമാറ്റിലേക്ക് ചെയ്ത് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് സെഷൻ ലെയർ ഉപയോഗിച്ചിട്ട് തൊട്ടടുത്ത നെറ്റ്വർക്കിംഗ് ഡിവൈസോ അല്ലെങ്കിൽ എങ്ങോട്ടാണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അവിടേക്കുള്ള ലെയറിലേക്കുള്ള സെഷൻസ് വരെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന പണി ഈ ആപ്ലിക്കേഷൻ ലെയറിൽ നടക്കുന്നു. അവിടുന്ന് അതിനെ ട്രാൻസ്പോർട്ട് ലെയർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്കിംഗ് ഓപ്ഷൻസ് ഇൻ്റർനെറ്റ് ത്രൂ വേറെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ആക്സസ് ഉപയോഗിച്ചുകൊണ്ട് എവിടേക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവിടുത്തെ നെറ്റ്വർക്ക് ആക്സസ് ലെയറിലേക്ക് ആ ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നു. അത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവിടെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രം പിക്ചർ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ലെയറിനകത്ത് HTTP, RDP, DNS അങ്ങനെ കുറേ പ്രോട്ടോക്കോളുകൾ അവൈലബിൾ ആണ്. HTTP എന്ന് പറയുമ്പോൾ നെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ്. RDP എന്ന് പറയുമ്പോൾ റിമോട്ട് ആക്സസിങ്, ഒരു മെഷീനിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു മെഷീൻ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ്. DNS എന്ന് പറയുമ്പോൾ ഡൊമൈൻ നെയിം റെസൊല്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. SMTP മെയിൽ സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ടെൽനെറ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള പ്രോട്ടോക്കോളാണ് ഇതിനകത്ത്. ഇവിടെ ആപ്ലിക്കേഷൻ ലെയറിലാണ് ഈ പ്രോട്ടോകോൾസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. കാരണം മെയിൻലി നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആപ്ലിക്കേഷൻ ലെയറിനകത്താണ്. യൂസർ ഇൻട്രാക്ഷൻ വരിക ആപ്ലിക്കേഷൻ ലെയറിലാണ്. ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ TCP UDPയും വരുന്നുണ്ട്. ഇൻ്റർനെറ്റ് ലെയറിൽ ICMP, നമ്മൾ പിങ് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ICMP. IGMP എന്താണെന്ന് ആക്ച്വലി ഞാൻ ഓർക്കുന്നില്ല. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോളാണ്. പിന്നെ IP അഡ്രസ്സ്, IPsec നമുക്ക് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോട്ടോക്കോളാണ്. IP സെക്യൂരിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോട്ടോക്കോളുകളൊക്കെ ഇൻ്റർനെറ്റ് ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നെറ്റ്വർക്ക് ആക്സസ് ലെയറിലാണ് ഇവിടെ ഇതർനെറ്റ് IEEE 802 എന്നൊക്കെ പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസോ അതിൻ്റെ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്യൂട്ടാണ് IEEE 802.1.3. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് IP അഡ്രസ്സും സബ്നെറ്റിങ്ങും ഒക്കെ. CIDR നൊട്ടേഷനൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ IP അഡ്രസ്സ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ IP അഡ്രസ്സിൽ IPക്ക് 2 വേർഷനുണ്ട്. IPv4ഉം V4ഉം
പിന്നെ ഏതാണുള്ളത് IPv6 ഉണ്ട്. IPv4 ഉള്ള ടോട്ടൽ അഡ്രസ്സിനെ നമ്മൾ 3 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 5 ക്ലാസ് ഉണ്ട്. ABCDE 5 ക്ലാസ് ഉണ്ട്. അതിൽ ABC വരെ നമ്മൾ നെറ്റ്വർക്കിങ്ങിന് ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ക്ലാസ് എക്കകത്ത് 1 to 126 ഉണ്ടെന്ന് പറഞ്ഞു. 128 മുതൽ 223 വരെ 191 വരെയാണ്. 191 വരെ ക്ലാസ് ബി ആണ്. 192 മുതൽ 224 വരെ ഇവിടെയാണ് കിടക്കുന്നത്, ക്ലാസ് സിയിലാണ് കിടക്കുന്നത്. അപ്പം അങ്ങനെ പല ഡിവിഷനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ IP അഡ്രസ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ക്ലാസ് എക്കകത്ത് നമ്പർ ഓഫ് നെറ്റ്വർക്കുകളാണ് കൂടുതലെന്ന് പറഞ്ഞു. കാരണം ഇതിന് നമ്മൾ 32 ബിറ്റാണ് IPv4 വരുന്നത്, 32 ബിറ്റ് അഡ്രസ് ആണെന്ന് പറഞ്ഞു. IPv6 128 ബിറ്റാന്ന് പറഞ്ഞു. അപ്പോൾ 32 ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 4 ബ്ലോക്കുകളായിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. 8 ബിറ്റിന് 4 ബ്ലോക്ക്. അപ്പോൾ ക്ലാസ് എ എന്ന് പറയുമ്പം ആദ്യത്തെ ഒരു ബ്ലോക്ക് മാത്രമാണ് നെറ്റ്വർക്ക്, ബാക്കിയുള്ളതൊക്കെ ഹോസ്റ്റ് ആണ്. സോ ക്ലാസ് എക്കകത്ത് നമ്പർ ഓഫ് നെറ്റ്വർക്കുകൾ കൂടുതലായിരിക്കും. ക്ലാസ് എക്കകത്ത് നമ്പർ ഓഫ് നെറ്റ്വർക്ക് കുറവായിരിക്കും, നമ്പർ ഓഫ് ഹോസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. ക്ലാസ് ബി എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ബ്ലോക്ക് നെറ്റ്വർക്കും പിന്നത്തെ 2 ബ്ലോക്ക് ഹോസ്റ്റുമാണ്. ഇവിടെ ഓൾമോസ്റ്റ് നെറ്റ്വർക്കും നമ്പർ ഓഫ് നെറ്റ്വർക്കും ഓരോ നെറ്റ്വർക്കിലുള്ള നമ്പർ ഓഫ് ഹോസ്റ്റും ഏകദേശം ഈക്വൽ ആയിരിക്കും. ക്ലാസ് സി എന്ന് പറയുന്ന സമയത്ത് അവിടെ ആദ്യത്തെ 3 ബ്ലോക്ക് നെറ്റ്വർക്കും പിന്നുള്ള ഒരു ബ്ലോക്ക് മാത്രമാണ് ഹോസ്റ്റ് വരുന്നത്. അപ്പം ക്ലാസ് സിക്കകത്ത് ഓരോ നെറ്റ്വർക്കിലും 255 IP ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എനിക്കിപ്പോൾ ഒരു നെറ്റ്വർക്ക് വേണം. ആ നെറ്റ്വർക്കിനകത്ത് എനിക്ക് വളരെ കുറച്ച് നമ്പർ ഓഫ് IPs മതി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 50 IP മതി എനിക്കൊരു നെറ്റ്വർക്കിൽ. ആ 50 IPക്ക് വേണ്ടി ഞാൻ ഈ ഒരു ക്ലാസ് സി എടുത്തു കഴിഞ്ഞാൽ ബാക്കി 255 IPയും എനിക്ക് ലോസ് ആവും, വേസ്റ്റേജ് വരും. അപ്പോൾ IP വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നൊരു ഓപ്ഷനാണ് സബ്നെറ്റിങ്. IP വേസ്റ്റേജ് കുറയ്ക്കുക, കുറച്ചുകൂടെ ആവശ്യമുള്ള രീതിയിൽ അതിനെ സെഗ്മെൻറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക, പിന്നെ മാനേജബിൾ ആയ രീതിയിൽ കൊണ്ടുവരിക, പിന്നെ അതുപോലെ എഫിഷ്യൻസി, അതുപോലെ ലേറ്റൻസി, സെക്യൂരിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ് സബ്നെറ്റിങ്. സബ്നെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, നോർമൽ ഡിവിഷൻ പ്രകാരം എന്തുണ്ട്, ക്ലാസ് സിക്കകത്ത് 255 IP ഓരോ നെറ്റ്വർക്കിലും ഉണ്ട്. ഇതിന് നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ് സബ്നെറ്റിങ്. അപ്പോൾ നമ്മളിതിൽ പല കാര്യങ്ങളും ചെയ്ത് കൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ എനിക്ക് 10 IP ഉള്ള ഒരു 16 IP ഉള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാം, 32 IP ഉള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാം, 128 IP ഉള്ള 2 നെറ്റ്വർക്ക് ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റാണ് നമുക്ക് എന്താണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സബ്നെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സബ്നെറ്റ് മാസ്ക് ഉണ്ടാവും. സബ്നെറ്റ് മാസ്കിന് നമുക്ക് വേണമെങ്കിൽ നമ്പറായിട്ടും ഡിനോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നമ്പറായിട്ട് ഡിനോട്ട് ചെയ്താണ് ഈ 24 എന്ന് പറയുന്നത്. 24 എന്ന് പറയുന്ന മീനിങ് അർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ബ്ലോക്ക് ഫുള്ള് ഓൺ ആണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. ഒരു സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ വരിക, എങ്ങനെ ഉണ്ടാവുക, ഇപ്പോൾ യൂഷ്വലി ഇതിപ്പോൾ ക്ലാസ് ബി റേഞ്ച് ആണ്. ക്ലാസ് ബി റേഞ്ചിൻ്റെ സബ്നെറ്റ് മാസ്ക് യൂഷ്വലി എന്താ ഉണ്ടാവുക, 255.0.0. പക്ഷെ അപ്പോൾ ഇതിനർത്ഥം എന്താ, ഇത് 8 വീണ്ടും ഒരു 8, അപ്പോൾ 8 8 16 ക്ലാസ് ബിയുടെ CIDR വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ 24 കൊടുത്തത്. 24 ആക്ച്വലി എന്തിൻ്റെയാണ്, ക്ലാസ് സിയുടെ CIDR വാല്യൂ ആണ്. 255.0 ആണ് ക്ലാസ് ബിയുടെ സബ്നെറ്റ് മാസ്ക്. സോ 8880, അപ്പം 3824. സോ 24 എന്ന് പറയുന്നത് ക്ലാസ് സിയുടെ CIDR വാല്യൂ ആണ്. അപ്പോൾ ഈ 24 ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമുക്ക് സബ്നെറ്റിംഗ് വഴി പഠിക്കാനുണ്ടാവുക. 24 ഉപയോഗിച്ച് ഇതിനെ സബ്നെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ക്ലാസ് ബിക്കകത്ത് 10,000 കണക്കിന് IP ഉണ്ടാവും. ക്ലാസ് സി വെച്ച് സബ്നെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു നെറ്റ്വർക്കിനകത്ത് ഇപ്പോൾ 255 IP മാത്രമേ കാണൂ. അതായത് ക്ലാസ് സിയുടെ പ്രോപ്പർട്ടീസ് ഇത് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് സബ്നെറ്റിങ്.
ഈ നമ്പറിനെ പറയുന്ന പേരാണ് CIDR വാല്യൂ, ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൂട്ടിംഗ് വാല്യൂ. അപ്പോൾ അത്രയും ഇതിൽ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. ഇപ്പോൾ പണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പല രീതിയിലുള്ള നെറ്റ്വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. പണ്ട് കാലത്താണ് നെറ്റ്വർക്കിംഗ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഈ ഹബ്ബ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു നെറ്റ്വർക്കാണ്. നമ്മൾ സ്റ്റാർ ടോപ്പോളജി ഒക്കെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സെൻട്രൽ ഒരു ഡിവൈസ്, ബാക്കി 4 സൈഡിൽ നിന്ന് ഒരുപാട് സൈഡിൽ നിന്ന് വേറെ കുറേ ഡിവൈസസ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഡിവൈസസ് കണക്റ്റഡ് ആണ്. ഇതാണ് നമുക്ക് സ്റ്റാർ ടോപ്പോളജി. ഈ ഒരു ഡിവൈസ്, ഈ സെൻട്രലിലുള്ള ഡിവൈസ് മേ ബി ഒരു ഹബ് ആവാം. അപ്പം ഇതിന് കുറേ പോർട്ടുകളുണ്ട്. 1 2 3 4 5 6 7 8. സോ ഒരുപാട് പോർട്ട്, 8 പോർട്ടുണ്ട്. അപ്പോൾ ഈ 8 പോർട്ടിൽ നമുക്ക് 8 ഡിവൈസസ് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ 8 ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. അപ്പോൾ ഈ ഒരു ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസ് കണക്ട് ചെയ്ത് നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ പണ്ട് കാലം ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസാണ് ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹബ്ബിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക എല്ലാ ഡാറ്റയും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഈ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മളെ കയ്യിലൊരു ഡാറ്റ ഉണ്ട്. അതായത് ഈ ഹബ്ബിൻ്റെ ഏതെങ്കിലും ഒരു പോർട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിന്നും മറ്റൊരു ഡിവൈസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യേണ്ട സമയത്ത് ആദ്യത്തെ ഡിവൈസിൽ നിന്ന് ഡാറ്റ ഹബ്ബിൽ എത്തിക്കഴിഞ്ഞാൽ ഹബ്ബ് എന്ത് പറയുന്നതാണ്, എൻ്റെ കയ്യിൽ ഒരു ഡാറ്റ ഉണ്ട്, ഇത് ആരാണോ കിട്ടേണ്ട ആൾ അയാൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങ് സെൻഡ് ചെയ്യും. അങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആരാണോ ആവശ്യമുള്ള ആൾ അയാൾ എന്ത് ചെയ്യും, ആ ഡാറ്റ റിസീവ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിലൊരാൾ കയറിയിട്ട് എന്ത് ചെയ്യാം, ആ ഡാറ്റ എടുത്തിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നൊരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. നമ്മളിതൊക്കെ പല നെറ്റ്വർക്കിങ്ങിൻ്റെ റാക്കിൽ നോക്കിക്കഴിഞ്ഞാലും കാണാം. ഈ കാണുന്നത് മോസ്റ്റ്ലി സിസ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ സ്വിച്ചാണ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സിസ്കോ എന്ന് പറഞ്ഞ കമ്പനിയെ. CC എന്ന് പറഞ്ഞ എക്സാമിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സിസ്കോ കമ്പനിയുടെ സ്വിച്ചസ് ആണിത്. സിസ്കോ കമ്പനി ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം അവരുടെ ക്വാളിറ്റി തന്നെയാണ്. അവരൊരു ഡിവൈസ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ 10-20 അല്ലെങ്കിൽ ഒരു 30 വർഷം അതിൽ കൂടുതൽ വർഷത്തേക്കൊന്നും ഒന്നും ആവില്ല. അവരെ വാറണ്ടി ടേംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടോപ്പിലാണ് കിടക്കുന്നത്. അവരുടെ സർവീസും അത്രയും ബെറ്റർ ആണ്. അതുകൊണ്ടാണ് അവരെ കമ്പനി ഫേമസ് ആയിട്ട് സിസ്കോ നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. ഇതല്ലാതെ ഒരുപാട് കമ്പനികൾ അല്ലാതെയും റൂട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജൂനിപ്പർ ഒക്കെ പോലുള്ള കമ്പനി, HP, ജൂനിപ്പർ, അങ്ങനെ പല കമ്പനികളും റൂട്ടറും സ്വിച്ചസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ച് കമ്പനികൾ നമ്മൾ നേരിട്ട് കേൾക്കുന്നത് ഈ ഒരു റീസണെ കൊണ്ടാണ് മാത്രം. സോ സ്വിച്ച് ഡാറ്റ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ സ്വിച്ചിനകത്ത് ഒരു സ്വിച്ചിങ് ടേബിൾ ഉണ്ട്. ഒരു ഡിവൈസ് ഈ സ്വിച്ചിന്റെ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ MAC അഡ്രസ്സ് ഈ ടേബിളിനകത്ത് റെക്കോർഡ് ആവും. MAC അഡ്രസ്സ്, മീഡിയ ആക്സസ് കോഡോ അങ്ങനെ എന്തോന്നാണ് അതിന്റെ കൺട്രോളോ, അങ്ങനെയാണ് MAC അഡ്രസ്സിന്റെ ഫുൾ ഫോം. അത് ആക്ച്വലി റിമെമ്പർ ചെയ്യാം. അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മളെ സിസ്റ്റത്തിനകത്തുള്ള ഓരോ നെറ്റ്വർക്കിംഗ് അഡാപ്റ്ററിനും, അത് വയർലെസ് ആവാം വയേർഡ് ആവാം, ഒരു MAC അഡ്രസ്സും ഉണ്ടാവും. മീഡിയ ആക്സസ് കോഡോ കൺട്രോളോ കാണാൻ തോന്നുന്നതിന് പേര് ആക്ച്വലി അത് എനിക്ക് ഓർമ്മയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ഇവിടെ പറയാം. ആ അഡ്രസ്സ് എന്ത് ചെയ്യും, ഈ സ്വിച്ചിങ് ടേബിളിനകത്തേക്ക് അപ്ഡേറ്റ് ആവും. പിന്നെ സ്വിച്ചിനറിയാം ഈ പോർട്ടിൽ ഇന്ന ഡിവൈസാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്വിച്ചിന് കൃത്യമായ ഇൻഫർമേഷൻ അതിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഒരു ഡാറ്റ വരുന്ന സമയത്ത് ഇന്ന ആൾക്ക് കൊടുക്കണമെങ്കിൽ ആൾക്ക് മാത്രം കൊടുത്താൽ മതി. ഓൾറെഡി എനിക്ക് പേരറിയാം, ഇതിൽ ഓരോ ആൾക്കാരുടെയും പേരറിയാം, എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയാമെങ്കിൽ എനിക്ക് നിങ്ങളോട് ക്ലാസ്സിനെ പറ്റി പറയണമെങ്കിലൊക്കെ എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. ചുമ്മാ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച്. കുറച്ചുകൂടെ സ്മാർട്ടാണ്, കുറച്ചുകൂടെ സെക്യൂരിറ്റിയാണ്, സ്പീഡിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ഡിവൈസ് ആണ് റൂട്ടർ എന്ന് പറയുന്നത്. റൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്കുകൾ തമ്മിൽ ബൈ ഡിഫാൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. 2 ഡിഫറെൻറ്റ് IP, ഫിസിക്കൽ നെറ്റ്വർക്ക് ആവാം, IP ആവാം. ഈവൻ 2 ഫിസിക്കൽ നെറ്റ്വർക്ക് ആണെങ്കിൽ പോലും അവർക്ക് സെയിം നെറ്റ്വർക്കിലുള്ള IP ആണ് കൊടുക്കുന്നതെങ്കിൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ 2 ഡിഫറെൻറ്റ് IP നെറ്റ്വർക്കിലുള്ള ഡിവൈസസ് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് റൂട്ടർ. സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാം. അതിനകത്ത് റൂട്ടറിനകത്തൊരു ടേബിൾ ഉണ്ട്, റൂട്ടിംഗ് ടേബിൾ എന്ന് പറയും. ഈ ടേബിളിനകത്ത് ഈ റൂട്ടറിൻ്റെ 2 എൻഡിൽ കണക്ട് ചെയ്യുന്ന
രണ്ട് നെറ്റ്വർക്കുകളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാകുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 192.168.1.0/24 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഈ എൻഡിലും 10.10.10.0/24. ഇവിടെ ആക്ച്വലി എഴുതേണ്ടത് 8 ആയിരുന്നു. 24 ഞാൻ പർപ്പസ്ഫുള്ളി യൂസ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ പഠിക്കും. അപ്പോൾ ഇതിൽ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഈ ഒരു നെറ്റ്വർക്കിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് IP കാണില്ല. കാരണം നമ്മളിവിടെ 24 ഇട്ട് ഇതിനെ സബ്നെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലാസ് എയിലുള്ളതാണ്. ഇതിനെ ഞാൻ 24 ഉപയോഗിച്ചുകൊണ്ട് സബ്നെറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 255 ഹോസ്റ്റ് മാത്രമേ കാണൂ. ആദ്യത്തെ 3 ബ്ലോക്കും നെറ്റ്വർക്ക് ആയിരിക്കും. ഇതാണ് സബ്നെറ്റിംഗ്. ഇങ്ങനെ രണ്ട് നെറ്റ്വർക്കുകൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടിംഗ് ടേബിളിനകത്ത് ഈ രണ്ട് നെറ്റ്വർക്കിൻ്റെ ഇൻഫർമേഷനും ഉണ്ടാവും. ഇന്ന പോർട്ടിൽ ഈ നെറ്റ്വർക്കും സെക്കൻഡ് പോർട്ടിൽ ഈ നെറ്റ്വർക്കും ഉണ്ടെന്ന് റൂട്ടിംഗ് ടേബിളിൽ ഉണ്ടാവും. അപ്പോൾ ഇവരിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് കമ്മ്യൂണിക്കേഷൻ ഈ ഡിവൈസ് പോസിബിൾ ആക്കും. ഇപ്പം നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന ഡിവൈസ് ആക്ച്വലി ഒരു റൂട്ടർ, കംപ്ലീറ്റ്ലി റൂട്ടർ എന്ന് പറയാൻ പറ്റില്ല, റൂട്ടറിൻ്റെ വകുപ്പ് പെട്ടൊരു ആളാണ്. ഇതാണ് മോഡം, മോഡുലോ ഡിമോഡുലേറ്റർ മോഡം. ഇതാണ് നമ്മളെ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം. റൂട്ടർ എന്ന് പറയാറുണ്ട് ഇതിനെ, ഇന്റർനെറ്റ് റൂട്ടർ എന്ന് പറയാറുണ്ട്, മോഡം എന്ന് പറയാറുണ്ട്, അങ്ങനെ പല പേരിലും പുള്ളിനെ വിളിക്കാറുണ്ട്. യൂഷ്വലി ഇത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ച് ആണെന്ന് പറഞ്ഞു. ഇതിൽ ഒരുപാട് പോർട്ടുകളുണ്ട്. കാരണം മൾട്ടിപ്പിൾ ഡിവൈസ് തമ്മിൽ കണക്ഷൻ ഫോം ചെയ്യാനുള്ളത് കൊണ്ട് മോഡത്തിനകത്ത് മോസ്റ്റ് പ്രോബബ്ലി 2-3 പോർട്ടേ കാണുള്ളൂ. ഇത് സിസ്കോ സീരീസിൽപ്പെട്ട റൂട്ടേഴ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ റൂട്ടറും ഇതേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുക. ഇതിൽ ഈ കോലുള്ളത് വയർലെസ് ആൻറ്റിനയാണ്. അതിന് വയർലെസ് കമ്മ്യൂണിക്കേഷനും ഡിവൈസ് നെറ്റ്വർക്കുകളെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പോർട്ടുണ്ട്, പോർട്ടിനകത്ത് നമ്മൾ നെറ്റ്വർക്ക് മാത്രം കണക്ട് ചെയ്യാനുള്ളൂ. ഈ ഒരു വയലറ്റ് കളറിൽ കാണുന്ന പോർട്ടിന് വേറെ കൺസോൾ പോർട്ട് എന്നാണ് പറയുക. അത് ഈ ഡിവൈസ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടാണ്. ബാക്കി വരുന്ന എതർനെറ്റ് പോർട്ടിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്വിച്ചിനകത്തുനിന്ന് ഒരു കേബിൾ എടുത്തിട്ട് ഈ പോർട്ടിനകത്തേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ മറ്റേ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് റിസീവ് ചെയ്യേണ്ട എൻഡിൽ ഇതുപോലെ റൂട്ടറിൽ അവിടെ സ്വിച്ചിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ഈ എതർനെറ്റ് പോർട്ട് കണക്ട് ചെയ്യും. ഈ രണ്ട് റൂട്ടേഴ്സും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, റൂട്ടിംഗ് ടേബിൾ ഫോം ചെയ്തിട്ട് കുറച്ച് പ്രോസസ്സ് ഉണ്ട് അതിന്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നുപോകും. ഓവർ ദ ഇൻ്റർനെറ്റും പോസിബിൾ ആണ്. പിന്നെ നമ്മൾ വയർലെസ് ആൻഡ് വയേർഡ് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി പറഞ്ഞു. ഇത്രയും ജസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമുക്ക് ടവറിനകത്ത് നിന്ന് നേരിട്ട് സിസ്റ്റത്തിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മളെ ISP എക്സ്ചേഞ്ചിൽ നിന്നും മോഡത്തിലേക്ക് ഒരു കേബിൾ വലിക്കുന്നു. മോഡത്തിനകത്ത് നിന്ന് പിന്നെ റൗട്ടറിനകത്തേക്ക്, ഇത് കുറച്ചൊരു പഴയ ചിത്രമാണ്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്ന ISPനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അവരെ നിയറസ്റ്റ് എക്സ്ചേഞ്ചിലുള്ളൊരു ഡിവൈസ് ഉണ്ടാവും. ആ എക്സ്ചേഞ്ചിലുള്ള ഡിവൈസിലേക്ക് പുറത്തുനിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നു. ആ കമ്മ്യൂണിക്കേഷൻ അവരെന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളെ വീട്ടിനകത്തുള്ള മോഡത്തിലേക്ക് കണക്ഷൻ തരുന്നു. മോഡം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വയർലെസ് ആയിട്ട് കണക്ഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നു. ഇത് വേണേൽ നമുക്ക് ഫോണൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും, ഫോൺ ജസ്റ്റ് ഇവിടെ ഉണ്ടാവും, നേരിട്ട് ടവർന്ന് ഫോണിനകത്തേക്ക് കമ്മ്യൂണിക്കേഷൻ പോകുന്നു. വയേർഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ആർക്കിടെക്ചറാണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. ഇത് നമുക്ക് വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ്. സെർവർ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു മെയിൻ സിസ്റ്റം ഉണ്ടാവും. ഈ മെയിൻ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ഒരു മാസ്റ്റർ സർവീസ് കോൺഫിഗേർഡ് ആയിരിക്കും. ഈ മാസ്റ്റർ സർവീസിന് താഴെ അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് കുറേ ക്ലയൻറ്റ് മിഷൻസ് ഉണ്ടാവും. അപ്പോൾ ക്ലയൻറ്റ് മിഷന് പ്രത്യേകിച്ച് ഒരു അതോറിറ്റിയോ റോളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും അതെന്ത് ചെയ്യും, സെർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവറിൽ നിന്ന് ഡാറ്റ കിട്ടുമ്പോൾ അത് വർക്ക് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുക. സെർവറിനകത്താണ് കംപ്ലീറ്റ് അതോറിറ്റി ഉണ്ടാവുക. അപ്പോൾ ബാക്കി നമുക്ക് ഒരുപാട് ഇതുകൊണ്ട് ബെനിഫിറ്റുകളുണ്ട്. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സെർവറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ യൂസേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ യൂസർ ഉപയോഗിച്ചിട്ട് ഈ ക്ലയൻറ്റ് മിഷനകത്തൊക്കെ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഈ ക്ലയൻറ്റ് മിഷനകത്ത് സെപ്പറേറ്റ് യൂസർ വേണമെന്നില്ല. ഞാൻ വേറൊരു മെഷീൻ ഇവിടുന്ന് കണക്ട് ഇപ്പോൾ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ സ്വിച്ചിനകത്ത് ഞാൻ വേറൊരു മെഷീൻ പുറത്തുനിന്ന് കണക്റ്റഡ് ആണെങ്കിൽ ഈ സെർവറിനകത്ത് ഞാൻ A എന്നൊരു യൂസറെ ക്രിയേറ്റ് ചെയ്താൽ A ഉപയോഗിച്ച് എനിക്ക് ഇവിടെ ലോഗിൻ ചെയ്യാം, ഇവിടെയും ലോഗിൻ ചെയ്യാം. ഈ മെഷീനകത്താണ് ഞാനൊരു B എന്ന് പറഞ്ഞൊരു യൂസറെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ B എന്ന് പറഞ്ഞ യൂസറെ വെച്ചിട്ട് എനിക്ക് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റില്ല. B ഇവിടെ വർക്ക് ചെയ്യില്ല, A മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. കാരണം A എന്ന് പറയുന്ന യൂസറെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സെർവറിനകത്താണ്. ജസ്റ്റ് അത്രയും മനസ്സിലാക്കുക. കൂടുതൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ വർക്ക് ഗ്രൂപ്പ് ഡൊമൈൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നതും ഈ സെർവർ ക്ലയൻറ്റ് നെറ്റ്വർക്കിൻ്റെ ഒരു സബ് പാർട്ടാണ്.
കുറച്ചൊരു അവിടെ ഇവിടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നും നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ നെറ്റ്വർക്കിംഗ് ബേസിക് ക്ലാസ് ആയതുകൊണ്ടാണ്. പിന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു കോഴ്സ് ഒരു മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല ക്ലാസ്സസ് കൊണ്ടുപോകുന്നത്. മാക്സിമം ഞാനതിനെ ഒരു കണക്റ്റഡ് ആൻഡ് ഓറിയന്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഇതിൽ പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാത്തതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ നമ്മളൊരു ഡൗട്ടിന്റെ കേസസ് ഒന്നും വെക്കാത്തത്. അപ്പൊ ഇനിവേ നിങ്ങൾ ലാസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. പിന്നെ ഡൊമൈൻ വർക്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം ഒറ്റയ്ക്ക് ഒരു മെഷീൻ മാത്രമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളെ ലാപ്ടോപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണ്, അപ്പൊ അതൊക്കെ മിക്കവാറും വർക്ക് ഗ്രൂപ്പിലായിരിക്കും. നമ്മൾ ഓഫീസിൽ വരുന്ന സമയത്ത് അവിടെ മാറും. ഓഫീസിൽ എന്തായാലും ഒരു സെർവർ ഉണ്ടാവും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ട് കണക്റ്റഡ് ആയിരിക്കും ഈ സെർവറിനകത്തേക്ക്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന യൂസറൊക്കെ മിക്കവാറും ഈ സെർവറിനകത്തായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ വരുന്ന നെറ്റ്വർക്കിനെയാണ് ഡൊമൈൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വർക്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഓരോ മെഷീൻ വർക്ക് ചെയ്യുന്നതിനെ വർക്ക് ഗ്രൂപ്പ് നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ വർക്ക് ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആക്സസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഡാറ്റ സെക്യൂരിറ്റി ഉണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെർവർ ബേസ്ഡ് ഡൊമൈൻ ബേസ്ഡ് നെറ്റ്വർക്കിനകത്ത് ഉണ്ടാവും. ജസ്റ്റ് അത്രയും ഓർത്ത് വെക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ആണ്. സിംപ്ലക്സ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ മാത്രമേ പോസിബിൾ ആവുള്ളൂ. എപ്പോഴാണെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രം. കീബോർഡ് എപ്പോഴും ഡാറ്റ സിസ്റ്റത്തിനകത്തേക്ക് മാത്രമേ കൊടുക്കൂ. കീബോർഡിലേക്ക് ഡാറ്റ ഒന്നും സിസ്റ്റത്തിൽ നിന്ന് വരുന്നില്ല. മൗസ് അതുപോലുള്ള ഡിവൈസുകളൊക്കെ ഇതിന് എക്സാമ്പിളാണ്. മോണിറ്റർ, അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ അതിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. ഇതിനെയാണ് സിംപ്ലക്സ് മോഡ് എന്ന് പറയുന്നത്. ഹാഫ് ഡ്യൂപ്ലക്സ് മോഡ് എന്ന് പറയുമ്പോൾ രണ്ട് ഡയറക്ഷനിലും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, പക്ഷേ അറ്റ് എ ടൈം ഒന്നേ നടക്കൂ. ഒന്നുകിൽ ആ ഡിവൈസിന് എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ റിസീവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പോലീസ് വയർലെസ് ഡിവൈസ്, വോക്കി ടോക്കീസ് ഒക്കെ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷനേ നടക്കുകയുള്ളൂ. ഫുൾ ഡ്യൂപ്ലക്സ് മോഡ് നമ്മളെ ടെലിഫോൺ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടറിലൊക്കെ വരുന്ന നെറ്റ്വർക്ക് ഒക്കെ ഫുൾ ഡ്യൂപ്ലക്സ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ എടുക്കാം. രണ്ട് ഡയറക്ഷനിലും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. പിന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആൻറ്റി വൈറസസ് ഉണ്ട്. ആൻറ്റി വൈറസ് എന്തിനാന്നുള്ളത്, വൈറസ് എന്താണെന്ന് ആദ്യം കേൾക്കണം. വൈറസ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ നോർമലായിട്ട് ഒരു സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ, ബ്രൗസർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പാട്ട് കേൾക്കുന്ന ഒരു VLC പ്ലെയറോ അല്ലെങ്കിൽ KM പ്ലെയറോ, വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു പ്ലെയറോ, എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ. ഈ സോഫ്റ്റ്വെയർ നോർമൽ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നു. അത് സാധാരണ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ്. വൈറസ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു കോഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു നമ്മളിപ്പം എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആവാം, ഇതല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളെ സിസ്റ്റത്തിൽ കയറി വരുന്ന എന്തെങ്കിലും ഒരു സർവീസ് ആവാം. ഇതിനെയാണ് നമ്മൾ യൂഷ്വലി വൈറസ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ അനുവാദം ഇല്ലാതെ, നമ്മൾ ഇൻസ്ട്രക്ട് ഇല്ലാതെ നമ്മളുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോവുക, നമ്മുടെ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കി വെക്കുന്ന ആപ്ലിക്കേഷൻസിനെ നമുക്ക് വൈറസ് എന്ന് പറയാം. ഇത്തരം ആപ്ലിക്കേഷൻസ് കണ്ടുപിടിച്ച് എലിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ ആൻറ്റി വൈറസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യൂഷ്വലി കേൾക്കുന്ന, നെറ്റ്വർക്കിംഗ് സൈഡിൽ കേൾക്കുന്ന ഒരു ടേമാണ് ഫയർവാൾ. ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഒരുപാട് വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് ആക്സസ്സുകൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഒരു മെഷീനകത്ത് നിന്ന് വേറെ മെഷീനിലേക്ക് ആക്സസ് ചെയ്യാറുണ്ട്. ഈ മെഷീനിൽ ഇരുന്നുകൊണ്ട് വേറൊരു മെഷീനിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസോ സൈറ്റുകളോ എടുക്കാറുണ്ട്. പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു മെഷീനിൽ നിന്ന് വേറൊരു മെഷീനിൽ ഇരിക്കുന്ന ഒരു ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയറോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മെഷീനിലുള്ള ഒരാൾക്ക് നമ്മളുടെ സിസ്റ്റത്തിൽ പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റില്ലേ? അപ്പം അങ്ങനെ നമുക്ക് വേണ്ട രീതിയിലുള്ള ആക്സസ്സുകളെ മാത്രം കടത്തിവിടുന്ന രീതിയിൽ കോൺഫിഗർ ചെയ്ത് വെക്കുന്ന ഒരു ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഡിവൈസ് ആണ് ഫയർവാൾ. അപ്പോൾ ഇത്രയും വിചാരിച്ചാൽ മതി. ഇപ്പം നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റൂം ആണെങ്കിൽ ആ റൂമിൻ്റെ ഡോറാണ് ഫയർവാൾ. ആവശ്യമില്ലാത്ത ഒരാൾ കയറി വരുന്നതിന് നമ്മൾ ആ ഡോറെ അടച്ച് ലോക്ക് ചെയ്യും. അതോടുകൂടി ആൾക്ക് കയറാൻ പറ്റില്ല. ആ ഡോറിനകത്ത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെക്യൂരിറ്റിനെ വെക്കും. എന്നിട്ട് പറയും ഇത്ര ആളെ പിക്ചറും പേരും കൊടുത്തിട്ട് പറയും ഇവൻ കയറി വന്നാൽ കടത്തി വിടണ്ട, ബാക്കി ആരും വന്നാലും വിട്ടോ എന്ന് പറയും. ആ ഒരു പരിപാടി ചെയ്യുന്ന ആ സെക്യൂരിറ്റിയുടെ ജോലി അപ്പം ഫയർവാളാണ് നെറ്റ്വർക്കിനകത്ത് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. SIEM എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കുറച്ചുകൂടെ
ഡീറ്റെയിൽഡ് വരും. റെഗുലറായിട്ട് ഒരു നെറ്റ്വർക്കിനെ കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്ത്, നെറ്റ്വർക്ക് ആവാം, ഡിവൈസസ് ആവാം, ഈതർ ഫയർവാൾസ് ആവാം, എന്തെങ്കിലും സോഫ്റ്റ്വെയറോ ആപ്ലിക്കേഷനോ ആവാം, ഇവരെയൊക്കെ ഒരു യൂഷ്വൽ റൂട്ടീൻ വർക്ക്, അവരുടെ ലോഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് ഒരു സെറ്റ് ഓഫ് ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഈ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഇത് നോർമലാണ്, ഈ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നത് നോർമൽ അല്ല എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷനെ എഗെയിൻസ്റ്റ് ഏതെങ്കിലും ഒരു ലോഗോ, സർവീസോ, ആപ്ലിക്കേഷനോ എന്തെങ്കിലും ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അലേർട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ SIEM ഒക്കെ ഇപ്പം കറണ്ട് സിറ്റുവേഷനിൽ ഒരുപാട് അഡോപ്റ്റ് ചെയ്ത് വരുന്നൊരു ടെക്നോളജിയാണ്. കൂടുതലൊക്കെ അതിനെപ്പറ്റി പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. കൂടുതൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ പെർഫോം ചെയ്യാനും, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും കൂടുതൽ നമ്മളെ സെക്യൂരിറ്റിനെ പറ്റി മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. നമ്മളിതൊക്കെ വരും ടൈമുകളിൽ നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ ടൈം. ഓക്കെ, സോ SIEM-നകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ ലിസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വായിച്ച് നോക്കാം. ലോഗ് കളക്ഷൻ, ലോഗ് അനലൈസിസ്, ഇവന്റ് കോറിലേഷൻ, ലോഗ് ഫോറൻസിക്, IT കംപ്ലയൻസ്. കംപ്ലയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പല രാജ്യത്തിനകത്തും പല രീതിയിലുള്ള കംപ്ലയൻസുകളൊക്കെ നമുക്ക് GDPR പല രീതിയിലുള്ള കംപ്ലയൻസും അവർ ചോദിക്കുക, കംപ്ലൈന്റ് അല്ല കംപ്ലയൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SIEM പോലുള്ള പല ടൂളുകൾ അവൈലബിൾ ആണ്. അതിനകത്ത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മളുടെ നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതിൽ ഇനിയും ഒരുപാട് നെറ്റ്വർക്കിൻ്റെ റൂട്ടിങ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു, റൂട്ടിങ്, സ്വിച്ചിങ്, അങ്ങനെ പല കൺസെപ്റ്റുകൾ നമുക്കിതിൽ വരുന്നുണ്ട്. എന്താണ് റൂട്ടിങ്ങിന് എന്തൊക്കെ പ്രോട്ടോകോൾ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ എന്താണ്, TCP UDPക്കകത്ത് എന്തൊക്കെ പ്രോട്ടോകോൾ വരുന്നുണ്ട്, പല കാര്യങ്ങളും നമുക്കിതിൽ ഇനി ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനിയും വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മളത് കവർ ചെയ്യും.